മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ തെറ്റായ പ്രചരണങ്ങൾ കുറ്റകരമാണ് എന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് ഒട്ടേറെ മതപണ്ഡിതന്മാർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിത് അത്തരത്തിലുള്ള മതപണ്ഡിതന്മാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ്. കേരളത്തിലെ ചില മുസ്ലിം മതപണ്ഡിതന്മാർ പെണ്ണുങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. മനുഷ്യ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? യൂറിനറി ബ്ലാഡർ ഏതാ, ഗാൾ ബ്ലാഡർ ഏതാ എന്ന് അറിയാത്തവരാണ് ഇവിടെ പ്രസവത്തെക്കുറിച്ച് ആധികാരികമായി തള്ളുന്നത് എന്നും ഡോക്ടർ ഷിംന പറയുന്നു. വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയും നിരവധി മതപണ്ഡിതന്മാർ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. വീട്ടുപ്രസവത്തിന് ഇസ്ലാമികപരമായ കുറേ നല്ല വശങ്ങളെന്നാണ് അവർ വാദിച്ചത്. പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീയുടെ അരികെ ഇരുന്ന് നഫീസത്തുമാല ചൊല്ലിയാൽ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ പുണ്യം കിട്ടും. ഹോസ്പിറ്റലിലെ പുരുഷ ഡോക്ടർമാരുടെ സാന്നിധ്യം ഒഴിവാക്കാം. ഇതൊക്കെയായിരുന്നു ഈ മതപണ്ഡിതന്മാർ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ. കേരളത്തിലെ ചില മുസ്ലിം മതപണ്ഡിതന്മാർ പെണ്ണുങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ന് ഡോക്ടർ ഷിംന അസീസ് കുറിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഇന്നലെ നടന്ന തൊപ്പിയും തലക്കെട്ടും പ്രധാന ആകർഷണീയമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ എന്ന പണ്ഡിത വേഷധാരി ചോദിക്കുന്നത് എന്താ ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ചാൽ അങ്ങനെ പാടില്ല എന്ന് നിയമമുണ്ടോ എന്നാണ്. കുറച്ചു ദിവസം മുൻപ് വേറൊരാളുടെ വകയായി മനുഷ്യഗർഭം 4 കൊല്ലം വരെ നീണ്ടു നിൽക്കാം എന്ന വിചിത്രവാദവും കേട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ മറുപടി എഴുതിയും പറഞ്ഞും തഴമ്പിച്ചതാണ്. പറയാനുള്ളത് വേറെ ചിലതാണ് എന്ന് ഷിംന അസീസ് കുറിക്കുന്നു. ആവശ്യത്തിനും അതിലേറെയും ഖുറാനും ഹദീസും കിതാബുകളും വർഷങ്ങളോളം പഠിച്ച ഇവരോട് ഇവയിൽ ഏതെങ്കിലും ഒന്നിലെ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ വളരെ ആധികാരികമായി തള്ളിയാൽ ഇതൊക്കെ പറയാൻ ഇവൾ ഏതടാ, ഇവൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ത് പുല്ലറിയാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും വളരെ നിശിതമായി എന്നെ വിമർശിക്കുകയും ചെയ്യില്ലേ? എനിക്കതിനുള്ള അർഹതയില്ല എന്ന് നിങ്ങൾക്കറിയാം. എക്സാക്ട്ലി ഇതാണിപ്പോൾ എൻ്റെയും മനസ്സിലുള്ളത്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? യൂറിനറി ബ്ലാഡർ ഏതാ, ഗോൾ ബ്ലാഡർ ഏതാ എന്ന് അറിയാത്തവരാണ് പ്രസവത്തെക്കുറിച്ച് ആധികാരികമായി തള്ളുന്നത്. ഇനി ഇതിൻ്റെ ഉത്തരമായ മറ്റേ ഐറ്റം എടുക്കേണ്ട ഇസ്ലാമിൻ്റെ ലോകാവസാനം വരെയുള്ള നിലനിൽപ്പും അതിൻ്റെ മഹനീതി. ആരെങ്കിലും നിങ്ങളുടെ മഹത് വചനം എതിർത്താൽ ഇസ്ലാമിനെ തൂക്കിക്കൊന്നേ എന്ന് ഇരവാദം മുഴക്കി നിലവിളിച്ചുകൊണ്ട് വരികയും വേണ്ട. നിങ്ങൾ പറയുന്ന വിശദീകരണവും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുമല്ല മതമാണ് എന്ന് വിശ്വസിക്കുന്ന ചില പൊട്ടക്കിണറ്റിലെ തവളകളായ അണികൾ തലച്ചോറ് പണയത്തിലായതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചേക്കാം. ആത്മീയ നേതാക്കൾ തുപ്പിയാലും പായസമാണ് എന്ന് പറഞ്ഞു കോരി കുടിക്കുന്നതൊക്കെ വല്ലാത്ത ശോചനീയ അവസ്ഥ തന്നെയാണ്. പിന്നെ ഈ 4, 3, 7 പണ്ഡിത വേഷധാരികൾ പുലമ്പുന്ന ആളെ കൊല്ലി തത്വങ്ങളായിരുന്നു ഇസ്ലാമെങ്കിൽ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ നിർബന്ധിതരായി മയ്യത്തായേനെ. ഉയരം കുറവായതിൻ്റെയും ഇടുപ്പ് വിസ്താരം കുറഞ്ഞതിൻ്റെയും പേരിൽ 11 മണിക്കൂർ ലേബർ റൂമിൽ പ്രസവ വേദന തിന്ന് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ് പ്രസവം പുരോഗമിക്കുന്നില്ലെന്ന് കണ്ട അവസാന നിമിഷം സിസേറിയനിലൂടെ എൻ്റെ മോനെ പുറത്തെടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവളാണ് ഞാൻ എന്ന് ഷിംന അസീസ് കുറിക്കുന്നു. എൻ്റെ മകനും ആരും ഞങ്ങളെ വേദന തുടങ്ങിയ പാടെ കീറിയിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ഈ പറയുന്ന സിസേറിയനോടെ രോഗിയാകലും നട്ടലിന് കുത്തിവെച്ചതുകൊണ്ടുള്ള വിട്ടുമാറാത്ത നടുവേദനയും ഒന്നും ഉണ്ടായിട്ടില്ല. ആ തീരുമാനം കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇന്ന് തള്ളയുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. പെണ്ണുകൾ എവിടെ പ്രസവിക്കുമെന്ന് ബീജദാതാവ് തൻ്റെ വിവരക്കേട് ആധാരമാക്കി തീരുമാനിക്കുമ്പോൾ മിണ്ടാതെ അനുസരിച്ച് ഇരുട്ടുമുറിയിലേക്ക് കയറിക്കിടന്ന് 2 ജീവൻ പണയം വെച്ച് പ്രസവിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീകളുടെ തീരുമാനം സ്വാതന്ത്ര്യം എന്നൊന്നും ഗീർവാണം അടിക്കരുത്. ഉസ്താദെ, ഉച്ചയ്ക്ക് മുരിങ്ങയില താളിക്കണോ ഉണക്കമീൻ പൊരിക്കണോ എന്ന തീരുമാനം വരെ കുട്ടികളുടെ ബാപ്പയുടെ ഇഷ്ടം പോലെ തീരുമാനിക്കുന്ന അടുക്കളകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. സ്വന്തം ഇഷ്ടം എന്നൊരു സംഗതി ഉണ്ട് എന്ന് പോലും മറന്നുപോയ പാവം പെണ്ണുങ്ങൾ. എന്നിട്ടാണ് ആണുങ്ങൾ അനുവദിച്ചു തരുന്ന തീരുമാനങ്ങളും പരിമിത സ്വാതന്ത്ര്യങ്ങളും ജനനം മുതൽ സഹിക്കുന്നവൾ പുരയ്ക്കകത്ത് പറയണമെന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടി വരും. ആശുപത്രിയിൽ പോയി പ്രസവിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിയാർ മൊഴി ചൊല്ലിയ പെണ്ണിനെയും അറിയാം. നിങ്ങളെപ്പോലെ വായുവിൽ നിന്നെടുത്ത് തള്ളുന്നതല്ല, നേരിട്ടറിയുന്ന കേസാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മതപ്രഭാഷണത്തിൽ പറയാൻ തന്നെ തീർത്താൽ തീരാത്തത്ര വിഷയങ്ങളുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നുമുണ്ടല്ലോ. മനുഷ്യരുടെ ജീവനും ആരോഗ്യവും ജീവിതവും സംരക്ഷിക്കാൻ തക്ക വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ഉള്ളവർ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവരത് വൃത്തിക്ക് ചെയ്യുന്നുമുണ്ട്. നിങ്ങളായിട്ട് സ്വീപ്പാക്കാഞ്ഞാൽ മതി. വറ്റിച്ചു വെച്ച ചോറും ഇറച്ചിയും ദിവസവും തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുമ്പോൾ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവനായി അങ്ങോട്ട് സംരക്ഷിക്കാൻ ഇറങ്ങണ്ട. ഈ പറഞ്ഞ ജാഹ്ലിയ കാലത്തെ ഹലാക്കിലെ സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട. ഈ വിഷയത്തിൽ നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ പടച്ചോന്റെ അതുല്യമായ പ്രതിഫലം ഉണ്ടാകും. അമ്മാതിരി സാമൂഹ്യ ദ്രോഹമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷിംന അസീസിന്റെ കുറിപ്പ്. ഷിംന അസീസിന്റെ മാത്രമല്ല ഒട്ടുമിക്ക മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇതൊക്കെ തന്നെയായിരിക്കും അഭിപ്രായം. പക്ഷെ വേറെ ചിലർ ഇത്തരത്തിൽ മതപണ്ഡിതന്മാർ പറയുന്നതിനെ മാത്രം വിശ്വസിച്ച് അല്ലെങ്കിൽ അതാണ് ഒരു മഹത് വചനം എന്ന രീതിയിൽ വിശ്വസിക്കുന്നവർ ആശുപത്രികളിലെ പ്രസവത്തെക്കുറിച്ച് കുറ്റം പറയാം, അവിടുത്തെ ഡോക്ടർമാരുടെ നിലപാടുകളെ കുറ്റം പറയാം. പക്ഷേ അവരവരുടെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അനുസരിക്കുന്ന അമ്മാതിരി പെണ്ണുങ്ങൾ മാത്രം അത് ചെയ്യട്ടെ. സാധാരണക്കാരായ മറ്റുള്ളവർ സമാധാനത്തോടെ പോയി അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പ്രസവിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമാനസ്.